നമസ്കാരം. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ ഗ്യാനേഷ് കുമാർ എങ്ങനെ കേന്ദ്രത്തിന് പ്രിയങ്കരനായി? കേരള കേഡർ ഉദ്യോഗസ്ഥനായ ഗ്യാനേഷ് കുമാറിനെ രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാൻ BJP തീരുമാനിച്ചത് നിയമങ്ങളെ പോലും വെല്ലുവിളിച്ചാണ്. ഇത്തരത്തിൽ BJP സർക്കാരിന് പ്രിയപ്പെട്ടവനായി മാറാൻ ഗ്യാനേഷ് കുമാറിന് എങ്ങനെ കഴിഞ്ഞു? ആഭ്യന്തര മന്ത്രാലയത്തിൽ സേവനമനുഷ്ഠിക്കവേ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിനും അയോധ്യയിലെ രാമക്ഷേത്രം നിർവഹിക്കുന്നതിനുമുള്ള രാമക്ഷേത്ര ട്രസ്റ്റിന്റെ രൂപവൽക്കരണത്തിലും ജ്ഞാനേഷ് കുമാർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. കമ്മീഷണറായ സുഖ്ബീർ സിംഗും ഇതേ ദിവസമാണ് നിയമിതനായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള പുതിയ നിയമം നിലവിൽ വന്ന ശേഷം ആദ്യമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്ന വ്യക്തിയാണ് ഗ്യാനേഷ് കുമാർ. 2029 ജനുവരി 26 വരെയാണ് ഗ്യാനേഷ് കുമാറിന്റെ കാലാവധി. രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയത്തിൽ BJP സംഘപരിവാർ സംഘടനകളുടെ ഇംഗിതമറിഞ്ഞ് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള അദ്ദേഹത്തെ നിരവധി നിർണായക കാര്യങ്ങൾക്കായാണ് സർക്കാർ ചുമതലപ്പെടുത്തിയത്. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി രേഖകളും കൈകാര്യം ചെയ്യാനുള്ള ചുമതല അദ്ദേഹത്തിനായിരുന്നു. മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെയാണ് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്ന ബിൽ തയ്യാറാക്കിയതിനാൽ നിർണായക പങ്ക് അദ്ദേഹം വഹിക്കുന്നത്. ഇതോടെ സംഘപരിവാറിനെ കൂടി പ്രിയപ്പെട്ടവനായി മാറി അദ്ദേഹം. പദവികളിൽ നിന്നും വിരമിച്ച ശേഷം അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സർക്കാർ നിയമിക്കുകയും ചെയ്തു. നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാറിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ ഗ്യാനേഷ് കുമാറിന് തന്നെ ഇതേ സ്ഥാനത്തേക്ക് നറുക്കു വീണതിൽ അത്ഭുതവുമില്ല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പിന് വില കൽപ്പിക്കാതെ കേന്ദ്രം അദ്ദേഹത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിൽ നിയമിച്ചതിന് പിന്നിലും പ്രത്യേക ചില താല്പര്യങ്ങളുണ്ടെന്നാണ് ആരോപണങ്ങൾ.